നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? വാ കാക്കുത്തി, വാ. എനിക്ക് കേറണ്ട. അത് പറഞ്ഞ പറ്റില്ല, നീ വന്നേ. വീട് വാ, വന്നേ കാക്കുത്തി. ചേട്ടൻ എന്തിനാ ഈ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ ഒന്നും പറയാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? വാ മോളെ, മോളുടെ ഹസ്ബൻഡ് എത്ര നേരമായി റിക്വസ്റ്റ് ചെയ്യുന്നു, മോൾ എന്തിനാ വാശി പിടിക്കുന്നേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക ആന്റി, ഞാൻ ഒരു പാവല്ലേ. ആര്? അക്കുചേട്ടനോ? ആ, പാവം. മോളെ, ചെറിയ വഴക്കൊക്കെ വേണം ജീവിതത്തില്. പക്ഷേ ഇപ്പൊ ഈ മല കയറിയത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടവും പ്രണയവും ഒക്കെ പ്രകടിപ്പിക്കാനല്ലേ? ആ ഇഷ്ടം രണ്ടുപേരും പുറത്തു കൊണ്ടുവരണം. കേട്ടില്ലേ ആന്റി? ആടി പൊളി. അല്ല, ആന്റി ഞങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. കാക്കുത്തി കണ്ടു പഠിക്ക്. കാക്കുത്തി നോക്കേ, ദേ ഞങ്ങളുടെ നാണം കണ്ടോ? മോൻ പറഞ്ഞത് സത്യമാ, ഞങ്ങള് റൊമാൻറ്റിക്കാ. റൊമാൻറ്റിക്. അങ്കിളും ആന്റിയും ഹണിമൂണിന് വന്ന പോലെ ഉണ്ടല്ലോ, ശരിയല്ലേ? അതെ മോനെ, ഹണിമൂണിന് പ്രായമില്ലല്ലോ. മനസ്സിൽ പ്രണയം ഉണ്ടായാൽ എന്നും ഹണിമൂൺ ആഘോഷിക്കാം. ഞാനും ഇവളും കണ്ടുമുട്ടിയിട്ട് 42 വർഷമായി. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുക. വലിയ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ഏറിയാൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ മിണ്ടാതിരുന്നിട്ടില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ മക്കളെ, അതിനിടയിൽ വഴക്കെന്തിനാ? ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ അങ്ങ് ജീവിക്കണം. മോളെ, ഭർത്താവിനെ കൊണ്ട് അപേക്ഷിപ്പിക്കരുത്. ഭർത്താവ് പറയും, നമ്മൾ കേക്കണം. ഭാര്യമാർക്കേ ഭർത്താവ് കെഞ്ചുന്നത് ഇഷ്ടമാ. എന്നാലല്ലേ രാത്രി കൊഞ്ചാൻ പറ്റൂ. അത് സീക്രട്ടാ. അത് എടി ഭാര്യേ, ഇപ്പൊ കെഞ്ചും, അത് കഴിഞ്ഞു കൊഞ്ചിക്കും. നമുക്ക് കാണാം. അവര് കൊള്ളാല്ലേ? ലവ് ബേർഡ്സ് ഇൻ ദ ഫോറസ്റ്റ്, അതുപോലെ ഇല്ലേ അവര്? കാക്കുത്തി, ഫോറസ്റ്റിലെ ലവ് ബേർഡ് എന്ന് പറയുന്നത് വേഴാമ്പലിനെ. അവർക്ക് ജീവിതത്തില് ഒരു ഇണ മാത്രമേ ഉണ്ടാവൂ. ഞാൻ ചുമ്മാ ഒരു രസത്തിന് അവരെ കണ്ടപ്പോ തോന്നിയതാ. വേറൊരു കാര്യം കൂടി തോന്നി. ഒരു 40 വർഷം കഴിഞ്ഞാ നമ്മളും ഇതുപോലെ ആയിരിക്കില്ലേ? മുടിയൊക്കെ നരച്ച്, സ്കിന്നൊക്കെ ചുളിഞ്ഞ്, കാക്കോത്തി അമ്മൂമ്മയും അക്കു അപ്പൂപ്പനും. നീ ഇപ്പൊ വരുന്നുണ്ടോ കാക്കോത്തി? ഇനി ഞാനതാ കൊഞ്ചണോ? അല്ല, കെഞ്ചണോന്ന് ചോദിച്ചതാ. പ്ലീസ് കാക്കോത്തി, വാ. വരാന്ന് പറ കാക്കോത്തി, പ്ലീസ്. ശരി, വരാം. വാവ് കാക്കോത്തി, താങ്ക്സ്. വാ. അക്കുചേട്ടൻ എന്നെ നിർബന്ധിച്ച് വിളിച്ചത് കുട്ടവഞ്ചിയിൽ ഒറ്റയ്ക്ക് കയറാനുള്ള പേടി കൊണ്ടല്ലേ? പേടിയോ? ഇരിക്കോ? എന്താ പേടിയില്ലേ? ഇല്ല. ഇല്ലേ? ഉറപ്പാണോ? ഉറപ്പ്. ആ, എന്നല്ലേ ഒറ്റയ്ക്ക് കയറ അക്കുചേട്ടാ. ധൈര്യം ഞാനൊന്ന് കാണട്ടെ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ആകാശ് കറേജ്. നീ വാ, ഞാനേ ഒറ്റയ്ക്ക് കയറി കാണിച്ചു തരാം. നോക്ക്.
അയ്യോ. ഏയ്, സൂക്ഷിച്ച്. അയ്യോ 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 അയ്യോ, വേണ്ട. അയ്യോ, വേണ്ട, നിർത്ത്, നിർത്ത്, നിർത്ത്. അയ്യോ, അയ്യോ, വേണ്ട, നിർത്ത്, കാക്കുതി. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. അയ്യോ, ഇരിക്കണം, ഇരിക്കണം. അയ്യോ, അയ്യോ, ഇരിക്കണേ. അയ്യോ, നിന്ന്. വേണ്ട, നിർത്ത്. കറക്കണ്ട. അയ്യോ, 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 തലയിറങ്ങുന്നേ. അയ്യോ, അയ്യോ, കാക്കുതി. നിർത്തണേ. അയ്യോ, 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 അയ്യോ. പതുക്കെ, പതുക്കെ. പതുക്കെ. ഒന്നുമില്ല, ഒന്നുമില്ല. അയ്യോ, കൈ തൊ. വാ. അമ്മേ, അയ്യോ, തലയിറങ്ങുന്നേ. അയ്യോ, അയ്യോ, ശ്ശോ. അയ്യോ, അയ്യോ, പതുക്കെ. തലയിറങ്ങുന്നേ. അക്കുച്ചൻ. അയ്യോ, അമ്മേ. അയ്യോ, 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 എന്റെ ചാരു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അക്കുച്ചേട്ടാ, കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നതൊന്നും പറഞ്ഞിട്ട് കാര്യം. അയ്യോ, വെള്ളത്തിനോടുള്ള പേടി മാറണം. അക്കുച്ചേട്ടന് വെള്ളം പേടിയാണെന്നൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. നിനക്കറിയായിരുന്നല്ലേ? അത് ഞാൻ ഓർത്തില്ല. ചെറുപ്പത്തിലെ അരവിന്ദേട്ടന്റെ കൂടെ അമ്പലക്കുളത്തിൽ കുളിക്കാറിയപ്പോ മുങ്ങിപ്പോയതാ. അന്ന് തുടങ്ങിയ പേടിയാ. ഇപ്പോ ധൈര്യമുള്ള കാക്കൂത്തി കൂടെ ഉണ്ടല്ലോ. പോയാലോ? വാ, നടക്ക്. ഇതാ പിടിച്ചോ. അയ്യോ, മേ. വെൽക്കം മാഡം. താങ്ക് യു മാഡം. ഐ എം അശ്വിനി. ദേവികുളം ഡെപ്യൂട്ടി തഹസീൽദാർ ശരത് സാർ പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പി എ ആണ്. മാഡത്തിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. കാറിൽ ലഗേജ് അത് റൂം ബോയ്സ് എടുക്കും മാഡം. മാഡം വന്നോളൂ. ആ ലഗേജ് ഇങ്ങ് എടുത്തോളൂ. മാഡം, ID പ്രൂഫ്. എനിക്ക് 501 റൂം തരാൻ പറ്റുമോ? മാഡം ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ 501 താമസിച്ചത്. എനിക്ക് ആ റൂം കംഫർട്ടബിൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാ. സോറി മാഡം, 501 ഗസ്റ്റ് ഉണ്ട്. മാഡത്തിന് 502 തരാം. തൊട്ടടുത്ത റൂമാ. രണ്ട് സെയിം ആണ് മാഡം. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ മാഡം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചാൽ മതി. എന്റെ ക്വാർട്ടേഴ്സ് ഇവിടെ അടുത്താ. ഓക്കെ അശ്വിനി, താങ്ക് യു.